നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ മത്തി പൊള്ളിക്കുക എന്ന് പറയും. പണ്ടൊക്കെ മത്തി പൊള്ളിക്കുന്നത് നമ്മൾ പുളിയില വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ വായിൽ നിന്നും പോകാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനിപ്പോൾ പുളിയില കിട്ടാനില്ല. എവിടെയും നമ്മൾ വാളംപുളീൻ്റെ മൂക്കാത്ത ഇല വെച്ചിട്ടാണ് ഈ പുളിയില പൊള്ളിക്കുക. മത്തിയും പിന്നെ നമ്മുടെ കുഞ്ഞൻ മീനുണ്ടല്ലോ, നത്തോലി, അതൊക്കെ ഇപ്പോൾ അതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കാറേ ഇല്ല. അതൊരു പഴയ വിഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചെറിയ മത്തി കിട്ടിയപ്പോൾ ആദ്യം കുറച്ച് വറുത്തു. അത് കഴിഞ്ഞിപ്പോൾ വിചാരിച്ചു എന്നാൽ ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും കാന്താരി ഇല്ല, പുളിയിലയില്ല. അപ്പോൾ നമുക്കുള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മത്തിയുള്ളൂ, ഒരു 10-12 ചെറിയ മത്തിയുള്ളൂ കേട്ടോ. അതൊക്കെ വെട്ടി നന്നാക്കി ഒക്കെ വരഞ്ഞ് വെച്ചതിൻ്റെ ശേഷം പിന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകല്ല കേട്ടോ, പ്രധാനപ്പെട്ട കുരുമുളക്. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇതിനകത്ത് പ്രധാന കുരുമുളകാണ് കേട്ടോ. ഈ കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മൾ അതിൻ്റെ കൂടെ ഞാനൊരു 2 ടേബിൾ സ്പൂണ് തേങ്ങയും കൂടി ചേർത്തു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഈ മത്തിയിനകത്ത് നന്നായിട്ട് മത്തിയിൽ പൊതിഞ്ഞ് വെക്കണം. ഇപ്പം നമ്മൾ ഓരോ മത്തി എടുത്തിട്ട് അതിനകത്തേക്ക് ചേർക്കുകയാണെങ്കിലും തേച്ച് പിടിപ്പിച്ചാലും മതി. ഞാനൊരു ചെറിയ മത്തി ആയതുകൊണ്ട് മൊത്തത്തിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതിൽ പിടിക്കാൻ വേണ്ടി വെച്ചു. അതിൻ്റെ ശേഷം പിന്നെ നമ്മളൊരു ചട്ടിക്കകത്തേക്ക് ഒരു വാഴയില പിന്നെ വെച്ചിട്ട് ഇനി നമ്മളിത് ചുട്ടെടുക്കണം കേട്ടോ. ശരിക്കും ഇത് ചുട്ടെടുക്കുക എന്ന് പറയാം. അതേപോലെ തന്നെയാണ് ആവിയിൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഈ ചട്ടി തീ കത്തിച്ച് അതിൻ്റെ ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ചതിൻ്റെ ശേഷം ചട്ടിക്കകത്ത് വാഴയില വെച്ചിട്ട് ആ വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം. എന്തായാലും വെള്ളം ഒഴിക്കാതെയാണല്ലോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിനകത്തേക്കാണ് നമ്മളിത് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വാഴയില നമ്മൾ പിന്നെ ഒരു ഇച്ചിരി 2-3 കട്ടിക്ക് വെക്കുകയാണെങ്കിൽ അടിയിൽ കരിഞ്ഞ് പിടിക്കില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ വാഴയില ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് കരിഞ്ഞ് പിടിക്കും കേട്ടോ. അപ്പോൾ അതിന് ഇച്ചിരി എണ്ണയൊക്കെ തൂകിയതിൻ്റെ ശേഷം നമുക്ക് ഈ മത്തി നമ്മൾ തേച്ച് വെച്ചിരിക്കുന്ന എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറായി ഞാനിത് തേച്ച് വെച്ചിട്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് വേണമെങ്കിൽ ഓരോന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് അതിനകത്ത് നിരത്തി വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എല്ലാം സ്പൂണും കൊണ്ട് എളുപ്പത്തിന് കയ്യിലൊന്നും ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ. പിന്നെ ഇതിനകത്തേക്ക് അങ്ങ് വെച്ചതിൻ്റെ ശേഷം നമ്മൾ എളുപ്പമാണ്. അത് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി അതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളിതൊന്നും ആവിയിലാണെങ്കിലും ഒരു ഇച്ചിരി എണ്ണയൊക്കെ വേണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉണങ്ങി വരുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതൊന്ന് അതിനകത്ത് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി അമർത്തി വെച്ച് കൊടുത്തിട്ട് ഇലയൊക്കെ അങ്ങോട്ട് മൂടി വേവിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. പണ്ട് പൊള്ളിക്കുക എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. പിന്നെ പക്ഷേ അത് പുളിയിലയായിരുന്നു എന്ന് മാത്രം. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്നിട്ട് ഇത്തിരി എണ്ണയും കൂടി വെളിച്ചെണ്ണയും കൂടി അതിനകത്തോടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എത്ര പ്രാവശ്യം വെളിച്ചെണ്ണ എന്നല്ലേ. ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ കൂട്ടുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നും ഇങ്ങനെ എണ്ണയിലൊന്നും കഴിക്കണില്ല കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ അധികം ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് നല്ല വെളിച്ചെണ്ണ തന്നെയാണ്, അതുകൊണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ശരിക്കും അമർന്നിരിക്കുകയാണെങ്കിൽ അത് ആവിയിൽ വെന്ത് കിട്ടും കേട്ടോ. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടിയിട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. അല്ല, അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ആവി പോയതിൻ്റെ ശേഷമാണ് അത് പിന്നെ തുറക്കണേ, അല്ലെങ്കിൽ എൻ്റെ കൈ പൊള്ളുമല്ലോ എന്ന് ഓർത്ത്, കാരണം അമർത്തി വെച്ചത് കൊണ്ടേ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. അടിപൊളി മത്തി പൊള്ളിച്ചത്. കാന്താരി ഇല്ല, പുളിയിലയില്ല, പക്ഷേ കുരുമുളകും പുളിക്ക് പകരം വാളംപുളീൻ്റെ നീരുമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. ഒരിക്കലൊക്കെ നമുക്കിങ്ങനത്തെ ഒരു പൊള്ളിച്ചതൊക്കെ തിന്നാൽ നല്ല രസമുണ്ടാവുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും നന്നായിരിക്കട്ടെ, സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്. മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മത്തി പൊള്ളിക്കുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാത്തവരൊക്കെ ഒന്ന് അറിയുന്നവർ ഇതിൻ്റെ കുറവുകളും കുറ്റങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ബൈ.